രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാർ ആകും എന്ന സൂചന വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു. നമ്മുടെ പ്രേക്ഷകർ പലരും അത് കണ്ടു കാണും. അതിൻ്റെ തലക്കെട്ട് ഞങ്ങളന്ന് കൊടുത്തത് കടന്നപ്പള്ളിക്ക് വിഴിഞ്ഞം വഴങ്ങുമോ, ഗണേഷ് ആനവണ്ടിയെ ലാഭത്തിലാക്കുമോ? രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഞങ്ങൾ ആ വീഡിയോ സ്റ്റോറിയിൽ ഉന്നയിച്ചത്. ഇപ്പോൾ കടന്നപ്പള്ളിക്ക് വിഴിഞ്ഞം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തുറമുഖ വകുപ്പ് കിട്ടിയില്ല. ഞങ്ങൾ ഈ സംശയം ഉന്നയിച്ചത് വിഴിഞ്ഞം കടന്നപ്പള്ളിക്ക് വഴങ്ങില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ഞങ്ങൾ ആ സ്റ്റോറി ചെയ്തത്. അത് മുൻകൂർ അറിയി വെച്ചിട്ടൊന്നുമല്ല. ഗവൺമെൻറ് ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കുമ്പോൾ തുറമുഖ വകുപ്പ് എടുത്തു മാറ്റും എന്നുള്ള സൂചനകൾ ഗവൺമെൻറ് സോഴ്സിൽ നിന്ന് സർക്കാരിൽ നിന്ന് വന്നിട്ടൊന്നുമല്ല ഞങ്ങൾ ആ സ്റ്റോറി ചെയ്തത്. ഞങ്ങളതൊരു പ്രീ തോട്ട് പോലെ മുൻകാല സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തുറമുഖ മന്ത്രി എന്ന നിലയിൽ വിഴിഞ്ഞത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കടന്നപ്പള്ളിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്തിന് വലിയ പ്രാധാന്യം, രാജ്യാന്തര തലത്തിൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ തുറമുഖ വകുപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പായിട്ട് കേരളത്തെ സംബന്ധിച്ച് മാറിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ കടന്നപ്പള്ളിക്ക് അത് ആ കടമകൾ എത്രമാത്രം മുന്നോട്ട് നിർവഹിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നൊരു സംശയം ഞങ്ങളുടെ സ്റ്റോറിയിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ച പോലെ തന്നെ ഇതൊരു പ്രീ തോട്ടാണ്. ഞങ്ങൾ ചിന്തിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഗവൺമെൻറ് വകുപ്പുകൾ തീരുമാനിച്ചപ്പോൾ തുറമുഖം എടുത്തു മാറ്റി വി.എൻ. വാസവനെ ഏൽപ്പിച്ചു. പകരം രജിസ്ട്രേഷൻ അധികമായിട്ട് കടന്നപ്പള്ളിക്ക് കൊടുത്തു. വാസവൻ്റെ കയ്യിലുണ്ടായിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ഫലത്തിൽ കാര്യമായ പുനഃസംഘടനയൊന്നും വകുപ്പ് തലത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടായില്ല. വാസവനെ തുറമുഖ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ പകരം രജിസ്ട്രേഷൻ ഇങ്ങോട്ട് കടന്നപ്പള്ളിക്ക് കൊടുത്തു, ഒരു പരാതി വരാതിരിക്കാൻ വേണ്ടി. ഗണേഷ് കുമാറിന് പതിവ് പോലെ ഗതാഗത വകുപ്പ് തന്നെ കൊടുത്തു. അദ്ദേഹത്തിന് സിനിമ വകുപ്പ് കിട്ടണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാനത് ചോദിച്ചിട്ടില്ല, പക്ഷേ കിട്ടിയാൽ സന്തോഷം എന്നാണ് പറഞ്ഞത്. പക്ഷേ സിനിമാ വകുപ്പ് വി.എൻ. വാസവൻ തന്നെ സജി ചെറിയാൻ തന്നെ കൈകാര്യം ചെയ്യും. അദ്ദേഹം മന്ത്രിസ്ഥാനത്തുനിന്ന് പുറത്തായപ്പോൾ സിനിമയുടെ വകുപ്പ് താൽക്കാലികമായിട്ട് വി.എൻ. വാസവനായിരുന്നു. ഇപ്പം അത് തിരിച്ചെടുത്തിട്ട് സജി ചെറിയാൻ തന്നെ കൊടുത്ത സ്ഥിതിക്ക് സജി ചെറിയാനിൽ നിന്ന് വീണ്ടും പെട്ടെന്ന് ആ വകുപ്പ് എടുത്തിട്ട് ഗണേഷ് കുമാറിന് കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു അഭംഗിയുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം പിണറായി ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന തലത്തിൽ, സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അത്തരം ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് സെക്രട്ടേറിയറ്റ് കൂടി ഈ ചർച്ചയൊന്നും ഉണ്ടായില്ല. ആകെ സംഭവിച്ചത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി മാത്രമാണ് മുഖ്യമന്ത്രി ആലോചിച്ചത് എന്നാണ്, കേരളത്തിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി മാത്രം ആലോചിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം തന്നെയാണ്. കാരണം വകുപ്പിൻ്റെ കാര്യത്തിൽ അത് മുഖ്യമന്ത്രിക്കാണ് ഇതിൻ്റെ സുപ്രീം പവർ. അദ്ദേഹമാണ്, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക ഏതൊക്കെ വകുപ്പ് ആർക്കൊക്കെ അലോട്ട് ചെയ്യണം എന്നത്. അപ്പോൾ എന്തായാലും ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു ഞങ്ങളുടെ സ്റ്റോറിയുടെ അതിൻ്റെ ഫോളോ അപ്പ് പോലെ തന്നെ ഞങ്ങൾ പറയും, ഇതൊരു ഉചിതമായ തീരുമാനമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. കാരണം രാജ്യം, നമ്മുടെ സംസ്ഥാനം കേരളം മുന്നോട്ട് പോകുന്നതിന്, പുരോഗതിയിലേക്ക് പോകുന്നതിന് വിഴിഞ്ഞം ഏറ്റവും വലിയ ഗ്രോത്ത് എഞ്ചിനാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ ഗ്രോത്ത് എഞ്ചിനായിട്ട് മാറാൻ പോകുന്നതാണ് വിഴിഞ്ഞം. അതായത് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖമാണ് എന്നത് നമ്മൾ മറന്നുപോകരുത്. അപ്പം ചോദിക്കും, അദാനിയല്ലേ? അദാനിക്ക് നടത്തിപ്പാണ് 40 വർഷത്തേക്ക് സംവിധാനങ്ങൾ ഒരുക്കുക, അത് നടത്തുക. 40 വർഷം കഴിയുമ്പോൾ പിന്നെ അപ്പോഴത്തെ ആ സാഹചര്യം അനുസരിച്ച് അത് സർക്കാരിന് കൈമാറുകയോ അല്ലെങ്കിൽ പുതിയൊരു കരാറിലൂടെ അദാനി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയോ, അതൊക്കെ ഇനി 40 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് കേരള സർക്കാരിൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖമാണ്. രാജ്യത്തെ ഏക മദർ പോർട്ട് ആയിട്ടാണ് വിഴിഞ്ഞം വരാൻ പോകുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം വിഴിഞ്ഞവും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിംഗ് റോഡ് വികസനം, റെയിൽവേ, മറ്റു റോഡുകൾ, നാവായിക്കുളം വരെയുള്ള റിംഗ് റോഡ്, കോടികൾ മുടക്കി 6 വരിപ്പാത, അതിൻ്റെ സമീപത്ത് വരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, IT പാർക്കുകൾ, മറ്റ് മാളുകൾ, വേറെ അതുമായി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ, അങ്ങനെ പല രൂപത്തിലുള്ള വികസനമാണ് വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ടാകുന്നത്. അടുത്തൊരു 5 വർഷം കൊണ്ട് വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തുറമുഖ വകുപ്പിൽ പ്രധാനപ്പെട്ട വിഴിഞ്ഞമായതുകൊണ്ട് സമയബന്ധിതമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വകുപ്പ് മന്ത്രി വേണം എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ വകുപ്പ് മാറ്റം വന്നത്. എന്ന് പറഞ്ഞാൽ രാമേന്ദ്ര കടന്നപ്പള്ളി കഴിവില്ലാത്ത മന്ത്രിയാണെന്നല്ല അതിൻ്റെ വ്യാഖ്യാനം. വിഴിഞ്ഞം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അത് CPMന്റെ LDFിലെ മുഖ്യ ഘടകകക്ഷിയായ CPMലെ ഒരു മന്ത്രിയെ, അത് കാര്യശേഷിയുള്ള ഒരു മന്ത്രിയെ അത് ഏൽപ്പിക്കുക എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് കാണേണ്ടതുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് കടന്നപ്പള്ളിയെ അപമാനിച്ചു ഒന്നുമില്ല. ഇനി അങ്ങനെ വ്യാഖ്യാനിക്കാൻ പലരും തയ്യാറാവുന്നു. പക്ഷെ ഇടയ്ക്ക് റീഷബിളിംഗ് ഓഫ് പോർട്ട്ഫോളിയോസ്, വകുപ്പ് പുനഃസംഘടന, അതൊക്കെ സംഘടനയൊക്കെ ഒരു ഗവൺമെന്റിലെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. അപ്പോൾ ഇടയ്ക്ക് വകുപ്പ് മാറ്റം ഉണ്ടാവാം. ഒരു വകുപ്പ് ഒരു മന്ത്രിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിക്കും, വേറെ ഒരു വകുപ്പ് കൊടുക്കും. ഇതൊക്കെ ഈ ഭരണക്രമത്തിൽ പലപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല. അല്ലാണ്ട് ഇതിനെ വളരെ വേറിട്ട് നമ്മൾ കാണേണ്ട ഒരു ആവശ്യമില്ല. ഇതോടൊപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിഴിഞ്ഞം വളരെ വേഗം യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് 4ാമത്തെ കപ്പലെത്തിയിരിക്കുന്നു. വന്നിട്ട് 2 ദിവസമായി. നങ്കൂരമിടുകയായിരുന്നു, ആങ്കറേജിലേക്ക് കിടക്കുകയായിരുന്നു. അത് ഇന്ന് പകൽ ഈ 4ാമത്തെ കപ്പൽ വിഴിഞ്ഞം തുറമുഖ തീരം ബെർത്തിൽ എത്തും. അതിനകത്ത് ഇപ്പോൾ 2 ഷിപ്പ് ടു ഷോർ വലിയ ക്രെയിനുകൾ, കപ്പലിൽ നിന്ന് സാമഗ്രികൾ, കണ്ടെയ്നറുകൾ ബെർത്തിലേക്ക് മാറ്റാനുള്ള കൂറ്റൻ ക്രെയിനാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ. അത് 2 എണ്ണം അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ 3 യാർഡ് ക്രെയിനുകൾ. യാർഡ് ക്രെയിൻ എന്ന് പറയുന്നത് ഈ തുറമുഖത്തിൽ ബെർത്തിൽ ഇറക്കിയ ചരക്കുകൾ, കണ്ടെയ്നറുകൾ ലോറിയിലോ റെയിലിലോ കയറ്റാനുള്ള അതാണ് യാർഡ് ക്രെയിനുകൾ. അപ്പോൾ ഇതോടുകൂടി ടോട്ടൽ മൊത്തം പറയുമ്പോൾ വിഴിഞ്ഞത്ത് 4 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും, വലുത് 4 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 11 യാർഡ് ക്രെയിനുകളും എത്തിക്കഴിഞ്ഞു ഇന്നത്തെ കൂടി ആകുമ്പോൾ. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ക്രെയിനുകളെല്ലാം പ്രവർത്തന സജ്ജമാക്കിയതിന് ശേഷമായിരിക്കും. അതായത് ഷിപ്പ് ടു ഷോറും യാർഡ് ക്രെയിനുകളും പ്രവർത്തനക്ഷമമാക്കിയതിന് ശേഷമായിരിക്കും അടുത്ത ക്രെയിനുകൾ ചൈനയിൽ നിന്ന്, തുറമുഖത്ത് നിന്ന് ഇങ്ങോട്ട് വരിക. ഈ ഷെൻഹുവ 15 പ്രത്യേകത ഇതാണ്. ആദ്യം വന്ന കപ്പൽ, ആദ്യ ക്രെയിനുമായിട്ട് വന്ന കപ്പൽ സർക്കാർ സ്വീകരിച്ച്, മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിച്ച കപ്പലാണ് ഷെൻഹുവ 15. അത് ചൈനയിൽ പോയിട്ട് വീണ്ടും അത് അടുത്ത ക്രെയിൻ ലോഡുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അതിനി സ്പീഡ് കൂട്ടണം. അതിന് പറ്റുന്ന ഒരു കാര്യഗൗരവമുള്ള ഒരു സംവിധാനം വേണം. പിന്നെ അതിൻ്റെ MD ആയിട്ട് ദിവ്യ SIയെ നിയമിച്ചു കഴിഞ്ഞു സർക്കാർ നേരത്തെ തന്നെ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വിഴിഞ്ഞം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അഭിമാനിക്കാം. കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ തന്നെ പുതിയ മന്ത്രി VN വാസവൻ, ദിവ്യ SIയെ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഈ ചുമതല ഏറ്റപ്പോൾ തന്നെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി വിശദമായ ചർച്ച നടത്തി. വിഴിഞ്ഞത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതുവരെയുള്ള പുരോഗതി എന്താണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളെല്ലാം ഇതിനകം തന്നെ മന്ത്രി ഒരു വട്ടം ചർച്ച ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തി കഴിഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോകണം, സ്പീഡ് ഉണ്ടാവണം കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നുള്ളതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഈ വകുപ്പ് മാറ്റത്തെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി.